ആഴ്ചവട്ടം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദ ഉറുകുന്ന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. Order and finisher just. ഉറുകുന്ന റൂറൽ സഹകരണ സംഘം. ഫോൺ 0475233550. പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത നവീകരിച്ച ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ താങ്ങും തണലുമായി വിവിധ നിക്ഷേപ പദ്ധതികൾ. സേവിംഗ്സ്, ഹോം സേഫ്, കറന്റ് ഫിക്സഡ് നിക്ഷേപങ്ങൾക്ക് പുറമെ പലിശ മുതലിനോട് ചേർത്ത് പരമാവധി പ്രയോജനം നൽകുന്ന സ്വയം വർദ്ധിനിയും 78 മുതൽ 80 വരെ മാസങ്ങൾ കൊണ്ട് തുക ഇരട്ടിയാവുന്ന അതുല്യ നിക്ഷേപവും. നിക്ഷേപങ്ങളുടെ പലിശ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് 0.5% അധിക പലിശ. കാർഷികേതര കച്ചവട വായ്പകളും 10,000 മുതൽ 10 ലക്ഷം വരെ സലയുള്ള ചിട്ടികൾ 25, 40, 50 തവണകളിലായി. കഴിഞ്ഞ 4 വർഷക്കാലമായി തുടർച്ചയായി പത്തനാപുരം താലൂക്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ അതർ സൊസൈറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത് വന്നത് ഉറുകുന്ന സഹകരണ സംഘമാണ്. ഈ സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കിക്കൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മേഖലയിലെ മുഴുവൻ സഹകാരികളുടെയും ജനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും എല്ലാം പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനപിന്തുണയോടെ ഈ ക്ലാസ് 1 സഹകരണ സംഘം 10ാം വർഷത്തിലേക്ക്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രമുഖ സ്ഥാപനം. മികച്ച പ്രാക്ടിക്കൽ സൗകര്യം, പ്രഗത്ഭരായ അധ്യാപകർ, ഉന്നത നിലവാരമുള്ള ലൈബ്രറി, ലാബ് സൗകര്യം, കേരള ഫുഡ്, AC, non-AC റൂമുകളോടുകൂടിയ ഹോസ്റ്റൽ സൗകര്യം. കോഴ്സസ് ഓഫർ: UG കോഴ്സസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. PG courses: Power Systems, Applied Electronics, Computer Science and Engineering, Manufacturing Engineering, Structural Engineering. Satyam College of Engineering and Technology, Kanyakumari District, Nagarkot. For admission contact 8606020206 9744357976. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, കൊട്ടാരക്കര വാളകത്ത് 2015 നവംബർ 9 മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ഗുണനിലവാരമുള്ള സാധനങ്ങളാൽ ഗുണനിലവാരമുള്ള നിർമ്മിതികൾ ഞങ്ങൾ ഒരുക്കുന്നു. വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള എല്ലാ നിർമ്മിതികളുടെയും ഡിസൈൻ, മറ്റു ബിൽഡിംഗ് പ്ലാൻ ഡിസൈൻ, എസ്റ്റിമേഷൻ, കോൺട്രാക്ടിംഗ്, സൂപ്പർവിഷൻ, കൺസൾട്ടേഷൻ തുടങ്ങിയവ മിതമായ നിരക്കിൽ കൃത്യനിഷ്ഠയോടെ പരിചയസമ്പന്നരായ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സിനാൽ ചെയ്തു നൽകുന്നതാണ്. കൂടാതെ ബാങ്ക് ലോൺ എടുക്കുന്നതിനും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പ്ലാൻ സബ്മിഷനും ചെയ്തു നൽകുന്നതോടൊപ്പം ഓട്ടോകാഡിൽ 2D, 3D എന്നിവയിൽ പ്രോജക്ട് ഓറിയന്റഡ് ട്രെയിനിങ്ങും നൽകുന്നതാണ്. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ബന്ധപ്പെടേണ്ട നമ്പർ 9562525225, 9656360357, ലാൻഡ് ഫോൺ 047424722626. നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ആരുപറഞ്ഞാലും നേരുപറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാര് കൊല്ലുവിൻ നേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്തനാപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് ഒടുവിൽ ചിഹ്നം അനുവദിച്ചു. ഓട്ടോറിക്ഷയാണ് ഗണേഷ് കുമാറിന്റെ ചിഹ്നം. 3 ചക്ര വണ്ടി ഇത്, മുച്ചക്കം വണ്ടി ഇത്, മുരട്ടുകാല വണ്ടികളെ തുരത്തിയോട്ടും വണ്ടി ഇത്, പറക്കും വണ്ടി ഇത്, പാവങ്ങളുടെ വണ്ടി ഇത്, കുറുകുറുമ്പന്റെ വണ്ടി ഇത്, കുടുംബങ്ങൾക്ക് വേണ്ടി ഇത്. കയ്യെ തട്ടി കൂപ്പിക്കാനേൽക്കും, കാറ്റിൻ സ്പീഡിൽ സിറ്റിയിലെ പറക്കും, ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും, റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. കൊട്ടാരം ഞെട്ടും ഓട്ടോ ഇത്, കൊച്ചിയിലെ സ്റ്റൈലൻ ഓട്ടോ ഇത്, കൊട്ടാരം ഞെട്ടും ഓട്ടോ ഇത്, കൊച്ചിയിലെ സ്റ്റൈലൻ ഓട്ടോ ഇത്. കൊച്ചിയിലെ സ്റ്റൈലൻ ഓട്ടോറിക്ഷ അവിടെ നിൽക്കട്ടെ. പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ ചിഹ്നം ഓട്ടോറിക്ഷ
എത്ര വോട്ട് നേടിയെന്ന് മെയ് 19 ബസ് ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ KSRTC ബസിന്റെ മന്ത്രിയായി, ടെലിവിഷനിൽ മത്സരിച്ചപ്പോൾ സിനിമാ മന്ത്രിയുമായി. ഓട്ടോറിക്ഷയ്ക്ക് പ്രത്യേക വകുപ്പില്ലാത്തതുകൊണ്ട് ഗണേശന്റെ കാര്യം ഇക്കുറി എന്താകുമോ എന്നും. അത് ശരിയാ, നാലും തെളിഞ്ഞ റൂട്ടുകാരൻ തന്നെ. അതുകൊണ്ടാണല്ലോ എല്ലാ വേദിയിലും താങ്കൾ സ്ഥിരമായി പറയുന്നത് പത്തനാപുരം മണ്ഡലത്തിലെ ഓരോ കിലോമീറ്ററിനിടയിലും താങ്കളുടെ വികസനം എത്തിയിട്ടുണ്ട്. ഞാൻ അഭിമാനത്തോടെയാണ് ഓരോ വാർഡിലേക്കും കടന്നു വരുന്നത്. കാരണം ഈ റോഡ് ഞാൻ തന്നല്ലോ, അതിന്റെ ഉത്തരവിതാണല്ലോ എന്ന് കാണിക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു രേഖ, ഒരു ബുക്കായി നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്തിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് വായിക്കണം. നമ്മുടെ പ്രദേശത്തിന് ഇയാൾ എന്ത് ചെയ്യും? ഒരു കാര്യം അഭിമാനത്തോടെ പറയട്ടെ, ഒരു സ്ഥലത്ത് നിന്ന് നടന്നാൽ എനിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന എന്റെ സുഹൃത്തുക്കളായ LDF നേതാക്കൾ, എനിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം ചിന്തിക്കാത്തവർ, ജാതിയും മതവും ചിന്തിക്കാത്തവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗണേഷ് കുമാർ MLA-യുടെ 1 കിലോമീറ്റർ നമ്മൾ നടന്നു പോയാൽ ഗണേഷ് കുമാർ MLA-യുടെ ഒരു വികസനമെങ്കിലും കാണാൻ പറ്റുമെന്ന അഭിമാനം പത്തനാപുരത്ത്. പോയ ആഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണ വാരമായി. എല്ലാ സ്ഥാനാർത്ഥികളും പട്ടിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ സ്വത്ത് വിവരങ്ങളും വെളിപ്പെടുത്തി. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പത്തനാപുരത്തെ NDA സ്ഥാനാർത്ഥി ഭീമൻ രഘു തന്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയത് ഏവരെയും വിഷമിപ്പിച്ചു. DYSP റാങ്കിൽ നിന്നും വിരമിച്ച അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. 2 ലക്ഷം രൂപയുടെ ആസ്തിയാണ് പത്രികയിൽ ഭീമൻ രഘു കാണിച്ചിട്ടുള്ളത്. വെള്ളയമ്പലം SBT ശാഖയിൽ 45,000 രൂപയും കുന്നിക്കോട് ബ്രാഞ്ചിൽ 1000 രൂപയും സ്ഥാനാർത്ഥിയുടെ പേരിലുണ്ട്. SBI ശ്രീകാര്യം ബ്രാഞ്ചിൽ ഭാര്യ സുധയുടെ പേരിൽ 25,000 രൂപയും ഉള്ളതായി പത്രികയിൽ പറയുന്നു. 1 ഗ്രാം സ്വർണം രഘു ദാമോദരന്റെയും 80 ഗ്രാം സ്വർണം ഭാര്യയുടെയും കൈവശമുണ്ട്. ഭാര്യയുടെ പേരിൽ ആലപ്പുഴ ജില്ലയിലെ എണ്ണക്കാട് 82 സെന്റ് സ്ഥലമാണുള്ളത്. രഘു ദാമോദരന്റെ കൈവശം 15,000 രൂപയും ഭാര്യയുടെ കൈവശം 5,000 രൂപയുമുണ്ട്. കൂടാതെ ഒരു വാഹനമുള്ളതായും പത്രികയിൽ കാണിച്ചിരിക്കുന്നു. നടൻ സുകുമാരന്റെ ഡയലോഗ് കടമെടുത്താൽ അയ്യോ പാവം, 1000 രൂപയും കൊണ്ട് പത്തനാപുരത്ത് വോട്ട് തേടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഭീമൻ. പാർട്ടിക്കാർ വഴിച്ചെലവിനുള്ള കാശെങ്കിലും കൊടുത്താൽ മതിയായി. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. വേനലിൽ വെന്തുരുകുകയാണ് നാട്. സൂര്യൻ തിളയ്ക്കുമ്പോൾ സൂര്യതാപമേറ്റ് മരണം വരെ സംഭവിച്ചു തുടങ്ങിയിരിക്കും. തെന്മലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ അംഗൻവാടി ടീച്ചർക്കും സൂര്യതാപമേറ്റു. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ 38 നമ്പർ അംഗൻവാടിയിലെ അധ്യാപികയായ PR സബർണിസ് ബീവിക്കാണ് സൂര്യാഘാതമേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. 143 നമ്പർ BLOയുമാണ് സബർണിസ് ബീവി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി വീടുകയറി തിരിച്ചറിയൽ കാർഡ് പരിശോധന നടത്തുന്നതിനിടെയാണ് ഇവർക്ക് സൂര്യാഘാതമേറ്റത്. 2 കൈകളിലും കഴുത്തിലുമായി പൊള്ളലേറ്റ് സബർണിസ ബീവി പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സൂര്യതാപമേൽക്കാതിരിക്കാൻ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പുകൾ പുറത്തിറക്കിയെങ്കിലും തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിട്ടുള്ളവർക്ക് ഇതൊന്നും പാലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കടുത്ത വെയിലും മഴയുമെല്ലാം അവഗണിച്ച് തെരഞ്ഞെടുപ്പ് ജോലിയിൽ വ്യാപൃതരാകേണ്ട ഗതികേടിലാണിവർ. BLO ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വെരിഫിക്കേഷന് പോയപ്പോൾ സൂര്യതാപമേറ്റാണ് എൻ്റെ കൈ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകർ പലരും അംഗൻവാടി വർക്കർമാരായിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവർ BLO ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇലക്ഷൻ വരുന്ന സമയമാണ്. ഞങ്ങൾ
ചിലപ്പോൾ സ്ലിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഈ സൂര്യൻ്റെ ഇത്രയും ചൂടുള്ള ഈ സമയത്ത് ഞങ്ങൾ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ തെന്മല പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സർവേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ വിഷമം എന്ന് പറയുന്നത് ഈ 2 ജോലിയും ഞാൻ എങ്ങനെ പോയി ചെയ്തു തീർക്കും എന്നുള്ള ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. നാട് വെന്തിരിക്കുമ്പോൾ കുപ്പിവെള്ള വിപണിയും പൊടിപിടിക്കുകയാണ്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന പോലെ കുപ്പിവെള്ള വിപണിയിലും അപരന്മാർ കൈയടക്കിയിരിക്കുകയാണ്. വേനൽക്കടുത്തതോടെ പ്രമുഖ കമ്പനികളുടെ കുപ്പിവെള്ളത്തിന്റെ വ്യാജന്മാർ വിപണി കൈയടക്കി തുടങ്ങിയിരിക്കുന്നു. കൂടാതെ വേനൽക്കാലത്ത് കുടിവെള്ളത്തിന്റെ ആവശ്യം കൂടിയതോടെ ഒട്ടനവധി വ്യാജ കമ്പനികളും കുടിവെള്ളം വിപണിയിലിറക്കി വ്യാപാരം നടത്തുകയാണ്. കുടിവെള്ളം കുപ്പിയിലാക്കി വിപണിയിലെത്തിക്കുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങളോ വ്യവസ്ഥകളോ പാലിക്കാതെ ലൈസൻസ് പോലും ഇല്ലാതെ ചില വ്യാജ കമ്പനികൾ കുടിവെള്ളം കുപ്പിയിലാക്കി കടകൾ വഴി വിറ്റഴിക്കുന്നുണ്ട്. പൊതുജനത്തിന്റെ ആരോഗ്യത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നില്ല. പൊതുജനത്തിന്റെ ആരോഗ്യത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന വ്യാജ കുടിവെള്ള കേന്ദ്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കും. വിപണിയിൽ ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന കുപ്പിവെള്ളങ്ങളിൽ 20% വ്യാജ നിർമ്മിതമാണെന്ന് ആക്ഷേപമുണ്ട്. സാധാരണ ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർ ISA ബ്രാൻഡുള്ള കുപ്പിവെള്ളങ്ങളാണ് വിൽക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ വേനൽക്കാലം വന്നതോടെ പല വ്യാജ കമ്പനികൾ കുപ്പിവെള്ളങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഈ വെള്ളം ശുദ്ധീകരിച്ചതാണോ എന്ന് പോലും നമുക്കറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെള്ളം നമ്മളെപ്പോലുള്ള കടക്കാർ വിൽക്കുകയില്ല. ISA മുദ്രയുള്ള വെള്ളങ്ങൾ വിൽക്കാനാണ് നിയമമെങ്കിലും ഇപ്പോൾ വേനൽക്കാലം ശക്തമായതോടെ പല വ്യാജ കമ്പനികളും കൂടുതൽ പ്യൂരിഫൈ ചെയ്യാത്ത വെള്ളമാണ് ഇറക്കുന്നത്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ വളരെ മോശകരമായി തന്നെ ബാധിക്കുമെന്ന് തന്നെ പറയാം. BIS അംഗീകാരവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസും ഉണ്ടെങ്കിൽ മാത്രമേ കുപ്പിവെള്ളം വിൽക്കാവൂ എന്ന് നിയമമുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല. കടുത്ത വരൾച്ചാക്കാലത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന് ഇടയാക്കാവുന്ന കുടിവെള്ള വ്യാപാരമാണ് വിപണിയിൽ നടന്നുവരുന്നത്. കുടിവെള്ളം നാട്ടുകാർക്ക് എത്തിക്കാൻ മടിക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെ പ്രതികരിക്കാൻ, മുണ്ടുമടക്കി കുത്തി തന്നെ പ്രതികരിക്കാൻ നല്ല തന്റേടമുള്ള ജനപ്രതിനിധികളും നമ്മുടെ നാട്ടിലുണ്ട്. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ നേതൃത്വത്തിൽ തഹസിൽദാരെ ഉപരോധിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ കുടിവെള്ളം എത്തിക്കാമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകി. സമരം വിജയിക്കുകയും ചെയ്തു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പുനലൂർ വാളക്കോട് വില്ലേജുകളിൽ റവന്യൂ വകുപ്പ് കുടിവെള്ളം എത്തിക്കുന്നില്ല. ഇത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ സാഹചര്യത്തിലാണ് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ VS സാബുവിനെ ഉപരോധിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജിനാഥ്, വാർഡ് കൌൺസിലർമാർ എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. ഉപരോധ സമരം 1 മണിക്കൂറോളം നീണ്ടുനിന്നു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ശേഷം അടുത്ത ദിവസം മുതൽ കുടിവെള്ളം എത്തിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ മുതൽ വാളക്കോട് വില്ലേജിലേക്ക് ഒരു വണ്ടിയും പുനലൂർ വില്ലേജിലേക്ക് ഒരു വണ്ടിയും റവന്യൂവിന്റെ ഭാഗത്തുനിന്ന് വിടും എന്ന് പറയുന്ന ഒരു ഉറപ്പിപ്പം നമുക്ക് ലഭ്യമായിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. നഗരസഭ അതിന്റെ 3 ടാങ്കറുകളിൽ ഇപ്പം കുടിവെള്ളം വിതരണം ചെയ്യുന്നത് പിന്നെ അതേപോലെ തുടരും. കൂടുതൽ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. റവന്യൂവിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിൽ ഒരു വണ്ടി എന്നുള്ളത് കേരളത്തിലെമ്പാടും ഇപ്പം നടന്നു വരുന്ന ഒരു കാര്യമാണ്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ളിടത്ത് കൂടുതൽ വാഹനങ്ങൾ വിടണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പുനലൂരിലെ റവന്യൂ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥയ്ക്കെതിരായി ഞങ്ങൾ ശക്തമായി സമരരംഗത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നടത്തിയ ചർച്ചയെ തുടർന്ന് നാളെ വാഹനങ്ങൾ വിടാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ താലൂക്ക് ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരത്തിന് നിർബന്ധിതമാകും. കരിമ്പനി നമ്മുടെ നാടിനെ ഒന്ന് പിടിച്ചു കുലുക്കി. കരിമ്പനി ബാധിതയായ ചെമ്പനരുവി സ്വദേശിനി ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക ആരോഗ്യ വിഭാഗം ചെമ്പനരുവിയിലെത്തി വിപുലമായ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കിഴക്കൻ വനമേഖലയായ ചെമ്പനരുവിൽ കരിമ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ ചെമ്പനരുവി സെന്റ് പോൾസ് LP സ്കൂളിലായിരുന്നു ക്യാമ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും എത്തിയ ഡോക്ടർമാരായ അനീഷ് TS, PG സതീഷ്, R സന്ധ്യ, TA രവീന്ദ്രൻപിള്ള, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരായ സന്തോഷ്, ബേബി ജോൺ, സന്ധ്യാസുധൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 371 പേരാണ് ക്യാമ്പിൽ ചികിത്സ തേടിയെത്തിയത്. ഇതിൽ രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്ന 13 പേരുടെ
രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ സിറിൽ സുരേഷ് എന്നിവർ ബോധവൽക്കരണ ക്ലാസും നടത്തി. തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പകരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശ്രമം, അല്ലെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുതരാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു പുതിയ അസുഖമാണ് നമ്മളെ സംബന്ധിച്ച്. വളരെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു അസുഖം. പലതരത്തിലുള്ള പനി നമ്മൾ പല മഴക്കാലത്തിലും പത്രത്തിലൂടെയൊക്കെ വന്ന് വായിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി, എലിപ്പനി, തക്കാളിപ്പനി, അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നു. അപ്പൊ അതിലൊന്നും പെടാതെ പുതുതായിട്ട് നമ്മൾ കേട്ട ഒരു അസുഖമാണ് ഈ പറയുന്ന കരിമ്പനി എന്ന് പറയുന്നത്. വളരെ സൂക്ഷ്മജീവിയാണ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, നമ്മുടെ ശരീരത്തിനുള്ളിലാണ് ജീവിക്കുന്നത്. അത് കാണുന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പ് പോലുള്ള ചില ഉപകരണങ്ങളിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ആ ജീവി നമ്മുടെ ശരീരത്തിൽ എത്തുകയും അതിനെ തുടർന്നിട്ടാണ് ഈ പറയുന്ന അസുഖം ഉണ്ടാകുന്നത് എന്ന് മാത്രം നമ്മളിപ്പോ മനസ്സിലാക്കുക. രോഗം പകരുന്നത് തടയുന്നതിനും രോഗം പകർത്തുന്ന പ്രാണികളെ നശിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ ക്യാമ്പിലൂടെ പ്രദേശവാസികൾക്ക് നൽകി. തുടർന്ന് രോഗപ്രതിരോധ മരുന്നുകളും വിതരണം ചെയ്തു. ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ സന്തോഷുമാണ് വന്നിട്ടുള്ളത്. ഒപ്പം ജില്ലാ ലാബ് ടെക്നീഷ്യനുണ്ട്. പിന്നെ പിറവന്തൂരിലെ ഫുൾ ടീം ഇവിടെ സജ്ജമായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള ടീമും വന്നിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ നല്ല സഹകരണവും നമുക്ക് ഈ ക്യാമ്പ് അറേഞ്ച്മെന്റ്സിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇതിൽ നമ്മൾ സർവേ നടത്തിയിട്ട് സംശയാസ്പദമായി കാണുന്നവരെ RK39 എന്ന് പറഞ്ഞുള്ള കിറ്റ് വെച്ച് പരിശോധിക്കും. ആ പരിശോധനയിൽ പോസിറ്റീവായിട്ടുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പം നിലവിലിപ്പം ഏകദേശം പകുതിയോളം കഴിഞ്ഞപ്പോഴും നമുക്ക് അങ്ങനെയുള്ള കേസുകളൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി ഇത് പകർത്തുന്നത് മണലീച്ചയാണ്. ആ മണലീച്ചയുടെ നിയന്ത്രണത്തിനായിട്ട് നമ്മൾ IRS ചെയ്തിട്ടുണ്ട്, സിന്തറ്റിക് പൈറത്രം വെച്ചിട്ട്. അപ്പോൾ ഏകദേശം അത് മൊത്തം ഈ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മൊത്തം വീടുകളും കവർ ചെയ്തു. ഇനി ഒരു 3 മാസം കഴിഞ്ഞ് അഥവാ കേസ് കണ്ടെത്തുകയാണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. വേനൽ ചൂടിലെ പൊള്ളിക്കുന്ന കാഴ്ചകളും വാർത്തകളും അതിനേക്കാൾ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വിശേഷങ്ങളുമൊക്കെയായി എത്തിയ ഈ ആഴ്ചത്തെ ആഴ്ചവട്ടം ഇവിടെ സമാപിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ചിന്തകളും ഒക്കെയായി അടുത്ത ആഴ്ച ആഴ്ചവട്ടത്തിലൂടെ കാണാം. നന്ദി, നല്ല നമസ്കാരം. ഒരു കഥ പറയാം നിലയില്ല കഥ, നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, അക്കഥ ഇക്കഥ നാട്ടുകഥ. മാവേലിത്തറ പോലൊരു നാട്ടിൽ, ചെമ്പട്ടിൻ നാടിട നാട്ടിൽ, ഒരു നാൾ വീശി അടിച്ചൊരു കാറ്റിൽ വീണു മുളച്ചൊരു വിഷവിത്ത്, ചട്ടം മാറ്റി ചിട്ടകൾ മാറ്റി നാടൊരു ചട്ടമ്പിക്കളമായി, നാടൊരു ചട്ടമ്പിക്കളമായി. ഒരു കഥ പറയാം, ഒരു കഥ പറയാം, നിലയില്ല കഥ, നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, നേരായുള്ളൊരു നാട്ടുകഥ, നേരറിവിൻ കഥ, നെറികേടിൻ കഥ, അക്കഥ ഇക്കഥ നാട്ടുകഥ. Costume sponsored by Negros Genswear Private Bus Stand, Punalur. ഉറുകുന്ന റൂറൽ സഹകരണ സംഘം. ഫോൺ 0475233550. പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത നവീകരിച്ച ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ താങ്ങും തണലുമായി വിവിധ നിക്ഷേപ പദ്ധതികൾ. സേവിങ്സ്, ഹോം സേഫ്, കറന്റ് ഫിക്സഡ് നിക്ഷേപങ്ങൾക്ക് പുറമെ പലിശ മുതലിനോട് ചേർത്ത് പരമാവധി പ്രയോജനം നൽകുന്ന സ്വയം വർദ്ധിനിയും 78 മുതൽ 80 വരെ മാസങ്ങൾ കൊണ്ട് തുക ഇരട്ടിയാവുന്ന അതുല്യ നിക്ഷേപവും. നിക്ഷേപങ്ങളുടെ പലിശ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് 1% അധിക പലിശ. കാർഷികേതര കച്ചവട വായ്പകളും 10,000 മുതൽ 10 ലക്ഷം വരെ സലയുള്ള ചിട്ടികൾ 25, 40, 50 തവണകളിലായി. കഴിഞ്ഞ
4 വർഷക്കാലമായി തുടർച്ചയായി പത്തനാപുരം താലൂക്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ അതർ സൊസൈറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത് വന്നത് ഉറുനൂറ് സഹകരണ സംഘമാണ്. ഈ സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കിക്കൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മേഖലയിലെ മുഴുവൻ സഹകാരികളുടെയും ജനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും എല്ലാം പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനപിന്തുണയോടെ ഈ ക്ലാസ് 1 സഹകരണ സംഘം 10ാം വർഷത്തിലേക്ക്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രമുഖ സ്ഥാപനം. മികച്ച പ്രാക്ടിക്കൽ സൗകര്യം, പ്രഗത്ഭരായ അധ്യാപകർ, ഉന്നത നിലവാരമുള്ള ലൈബ്രറി, ലാബ് സൗകര്യം, കേരള ഫുഡ്, AC, നോൺ AC റൂമുകളോടുകൂടിയ ഹോസ്റ്റൽ സൗകര്യം. കോഴ്സസ് ഓഫേർഡ്: UG കോഴ്സസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. PG courses: Power Systems, Applied Electronics, Computer Science and Engineering, Manufacturing Engineering, Structural Engineering. Satyam College of Engineering and Technology, Kanyakumari District, Nagarkot. For admission contact 8606020206 9744357976. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, കൊട്ടാരക്കര വാളകത്ത് 2015 നവംബർ 9 മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ഗുണനിലവാരമുള്ള സാധനങ്ങളാൽ ഗുണനിലവാരമുള്ള നിർമ്മിതികൾ ഞങ്ങൾ ഒരുക്കുന്നു. വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള എല്ലാ നിർമ്മിതികളുടെയും ഡിസൈൻ, മറ്റു ബിൽഡിംഗ് പ്ലാൻ ഡിസൈൻ, എസ്റ്റിമേഷൻ, കോൺട്രാക്ടിംഗ്, സൂപ്പർവിഷൻ, കൺസൾട്ടേഷൻ തുടങ്ങിയവ മിതമായ നിരക്കിൽ കൃത്യനിഷ്ഠയോടെ പരിചയസമ്പന്നരായ ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സിനാൽ ചെയ്തു നൽകുന്നതാണ്. കൂടാതെ ബാങ്ക് ലോൺ എടുക്കുന്നതിനും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്ലാൻ സബ്മിഷനും ചെയ്തു നൽകുന്നതോടൊപ്പം ഓട്ടോകാഡിൽ 2D, 3D എന്നിവയിൽ പ്രോജക്ട് ഓറിയന്റഡ് ട്രെയിനിങ്ങും നൽകുന്നതാണ്. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ബന്ധപ്പെടേണ്ട നമ്പർ 9562525225, 9656360357, ലാൻഡ് ഫോൺ 047424726226.